ലിഷോയ്, ഇത് ആരെങ്കിലും ഇത്തരത്തിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചു ആനയെ ഉപദ്രവിച്ചതാകാനായിരിക്കും സാധ്യത അല്ലേ? ഈ 2 തവണ തമിഴ്നാട്ടിലേക്ക് പോയി ശല്യം ഉണ്ടാക്കിയ സ്ഥിതിക്ക്. തീർച്ചയായും. അതായത് ആനയ്ക്ക് ദേഹത്ത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ പെല്ലറ്റുകൾ ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കും. അതിന് മെറ്റൽ ഡിറ്റക്ടർ, അതായത് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലേക്ക് പോയി ആ ഭാഗങ്ങളിലൊക്കെ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന ആനകളെ അവിടെ നിന്ന് കാര്യമായി തന്നെ ഉപദ്രവിച്ചിട്ടാണ് പലപ്പോഴും അവിടെ നിന്നും കാട് കയറ്റാറുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ റബ്ബർ ബുള്ളറ്റ് മാത്രമല്ല പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും അവർ ചികിത്സ നടത്തുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ തന്നെയായിരിക്കും അവരുടെ നീക്കവും. ഈ വന്യജീവികൾക്ക് നേരത്തെ കൂട്ടി ഇത്തരത്തിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാനിപ്പുലേഷൻസ് ഒന്നും മനുഷ്യനെ പോലെയൊന്നും ആയിരിക്കില്ലല്ലോ. അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ, അവസ്ഥകൾക്കൊക്കെ അനുസരിച്ചുള്ള ഒരു പെരുമാറ്റം ആയിരിക്കും വന്യജീവികൾക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മതപ്പാടിന്റെ സമയത്താണ് ഈ ആന 2 തവണയും തമിഴ്നാട് കാടുകളിലേക്ക് കയറിയത് എന്ന് കരുതുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമായി പോയി എന്നാണ് പറയാനുള്ളത്. ആനയ്ക്ക് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടതുപോലെയാണ് പെരുമാറുന്നത് എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഏതായാലും വിശദ വിവരങ്ങൾ ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുന്നു.